അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യനെ ചന്ദ്രന്റെ സമീപത്തെത്തിച്ച നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യം വിജയകരമായി അവസാനിച്ചിരിക്കുകയാണ്. ദൗത്യസംഘം ഭൂമിയിൽ തിരിച്ചെത്തിയെന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. 10 ദിവസം നീണ്ടുനിന്ന ചന്ദ്രയാത്രയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ സമയം രാവിലെ 6 മണിയോടെ പസഫിക് സമുദ്രത്തിലേക്ക് ഈ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നത്. വിവരങ്ങളുമായി അജയ് സുധാബിജി ചേരുന്നുണ്ട്. അജയ്, ചരിത്രം ഭൂമി തൊട്ടിരിക്കുകയാണ്. ആർട്ടിമിസ് യാത്രികർ എങ്ങനെ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ 4 പേരും സുരക്ഷിതരാണ് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവർ 4 പേരും ഈ പേടകത്തിൽ നിന്ന് പുറത്തെത്തി കഴിഞ്ഞു. അതിനുശേഷം ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ മെഡിക്കൽ ചെക്കപ്പിൽ ഡോക്ടർ ഗ്രീൻ സിഗ്നൽ ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഗ്രീൻ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇവർ 4 പേരും സുരക്ഷിതരാണ് എന്നാണ് അർത്ഥമുള്ളത്. പ്രാഥമികമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. എന്നാലും ഇവരെ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇതിനു മുൻപേ ആക്സിയം സ്പേസ് മിഷന്റെ ഭാഗത്ത് കണ്ടതാണ്. ഇവരെ 4 പേരും ഇപ്പോൾ ഉടനെ മറ്റ് കാര്യങ്ങൾക്ക് വിടാൻ കഴിയില്ല. ഇവരെ പ്രത്യേക ഒരു നിരീക്ഷണത്തിൽ പാർപ്പിച്ചതിന് ശേഷം പിന്നീട് മാത്രമേ ഇവരെ പുറത്തേക്ക് കൊണ്ടുവരികയുള്ളൂ. അതുപോലെ തന്നെ ഇനി നാസയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ഔദ്യോഗിക പ്രതികരണം ഉൾപ്പെടെ ഇനി വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഇന്ത്യൻ സമയം ഒരു 5:07 ഇത് ഭൗമ ഉപരിതലത്തിൽ പ്രവേശിച്ചത്. അതിനുശേഷം 5:37 ഇത് പിന്നീട് പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നത്. ഒരു ചരിത്ര മിഷനാണ് ഇത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. ഇതിനു മുൻപേ 1972 അപ്പോളോ 17 മനുഷ്യൻ ഭൂമിയുടെ ഒരു ഭ്രമണപഥം ഭേദിച്ച് പുറത്തേക്ക് പോകുന്നത്. അതുവരെ ഒരു ഭൗമ ഉപരിതലത്തിലുള്ള മിഷൻസും അതുപോലെ അത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഭൂമിയുടെ ഒരു ഭ്രമണപഥം ഭേദിച്ച് ഇത് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന പേടകം എന്നുള്ള ഒരു റെക്കോർഡ് കൂടി ഇത് മറികടന്നിട്ടുണ്ട്. ഇതിനു മുൻപേ ആ റെക്കോർഡ് ഉണ്ടായിരുന്നത് അപ്പോളോ 17 പേരിലായിരുന്നു. അത് അന്ന് ഭൂമിയിൽ നിന്ന് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഏതാണ്ട് 4,171 കിലോമീറ്റർ ആണ്. എന്നാൽ ഇന്ന് ആർട്ടമിസ് 2 അതിനെ ഭേദിച്ചുകൊണ്ട് 4,06,771 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയോടെയാണ് ആ ഒരു റെക്കോർഡ് മറികടന്നത്, ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന പേടകം എന്നുള്ളത്. എന്നാൽ ഇത് ഒരു ചാന്ദ്ര മിഷൻ ആണെങ്കിലും ചന്ദ്രനിൽ ഈ പേടകം ഇറങ്ങിയില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനു മുൻപേ നമുക്കറിയാം, മുൻപാണ് ഇത്തരം ഒരു ചാന്ദ്ര മിഷൻസ് ഒക്കെ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് കോൾഡ് വാറിന്റെ ഭാഗമായിട്ട് ഈ അമേരിക്കയും അതുപോലെ തന്നെ റഷ്യയും പരസ്പരം മത്സരിച്ചുകൊണ്ടുള്ള ഒരു സ്പേസ് മിഷൻസ് ആയിരുന്നു ആ സമയത്ത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമേരിക്ക കൂടുതലായിട്ട് അവർക്ക് ആ കോൾഡ് വാറിൽ ഒരു മേൽക്കൈ കിട്ടാൻ വേണ്ടി കൂടുതലായിട്ട് 1969 ഫസ്റ്റ് ചാന്ദ്ര മിഷൻ നടത്തുന്നു. അതിനുശേഷം തുടർന്നുള്ള വർഷങ്ങളിൽ അവർ കുറച്ച് കൂടുതൽ മിഷൻസ് നടത്തി 1972 അത് അവസാനിപ്പിച്ചത്. അപ്പോൾ അന്നത്തെ കണക്കിൽ ബില്യൺ കണക്കിന് ഡോളർ ചെലവ് വരുന്ന ആ ഒരു മിഷൻ ലീഡ് ചെയ്ത് പിന്നീട് ഇത്തരത്തിലൊരു ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കുക, അത്ര സാഹസപ്പെട്ട കാര്യങ്ങളൊന്നും പിന്നീട് ഇപ്പോൾ നാസയാണെങ്കിലും മറ്റ് സ്പേസ് ഏജൻസികളാണെങ്കിലും ചെയ്തു വന്നില്ല. പക്ഷെ പിന്നീട് ഒരു വർഷങ്ങൾക്ക് ശേഷം ചൈന മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കും എന്നൊരു പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് നാസ അവരുടെ ചാന്ദ്ര ദൗത്യങ്ങൾ അത് കുറച്ചുകൂടി വേഗത്തിലാക്കാൻ തുടങ്ങിയത്. 2030 ചൈന മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കും എന്നൊരു പ്രഖ്യാപനം നടത്തുന്നത്. അതിന് പിന്നാലെ നാസ അവരുടെ ദൗത്യങ്ങളുടെ വേഗത കൂട്ടുന്നു. അതിനുശേഷം 2022 ആദ്യത്തെ ആർട്ടമിസ് 1 ദൗത്യം വരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഈ വർഷം ആർട്ടമിസ് 2 ദൗത്യം ഉണ്ടാകുന്നു. ആർട്ടമിസ് 1 ദൗത്യവും ആർട്ടമിസ് 2 ദൗത്യത്തിന് ഏതാണ്ട് സമാനമായി തന്നെയായിരുന്നു. അന്ന് മനുഷ്യർ ഇല്ലാതെ സമാനമായിട്ടുള്ള ഒരു പേടകം ചന്ദ്രന്റെ മറുവശത്തിലൂടെ സഞ്ചരിച്ച് ഇപ്പോഴത്തേതുപോലെ അത് ഭൂമിയിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ഒരു ആർട്ടമിസ് 2 ദൗത്യമാണ് അത് ചന്ദ്രനെ വലം വെച്ച് ഭൂമിയിലേക്ക് എത്തിയത്. ഈ മിഷന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിൽ നിന്ന് കാണുന്ന ചന്ദ്രന്റെ ഒരു ഭാഗം, ആ ഒരു ഭാഗമല്ലാതെ ചന്ദ്രന്റെ മറുവശം കണ്ടിട്ടാണ് ഈ സ്പേസ് മിഷന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിയത്. അത് ഇതുവരെ നമ്മൾ ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടില്ല. അത്തരമൊരു ഭാഗം മാത്രമാണ് നമ്മൾ പേടകങ്ങൾ അയച്ചിട്ടുണ്ട്. അല്ലാതെയുള്ള സയന്റിഫിക് റിസർച്ചുകൾ വരെ വളരെ ചുരുക്കമാണ് അവിടെ ചന്ദ്രന്റെ മറുവശത്ത് നടത്തിയിട്ടുള്ളത്. അങ്ങനെ അധികം കാണാത്ത, അധികം ഗവേഷണങ്ങൾ നടത്താത്ത ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടങ്ങളിൽ ഈ ഒരു സ്ഥലം നേരിട്ട് കണ്ടിട്ടാണ് ഈ 4 പേരും തിരിച്ചു വരുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്.
കൂടിയുണ്ട്. അതും ചന്ദ്രന്റെ മറുവശത്ത് പോയ ആ ഒരു ദൗത്യം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ആ ഒരു പ്രക്രിയ നടക്കുന്നത്. അന്ന് ആ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 45 മിനിറ്റ് ചന്ദ്രന്റെ പിൻവശത്ത് കൂടി ഈ ഒരു പേടകം ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്ന ആ സമയം വരെ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് പേടകത്തിലുള്ള മനുഷ്യരുമായിട്ട് ഒന്നും തന്നെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഒരു 45 മിനിറ്റ്, ഒരു ജീവന്റെ വിലയുള്ള 45 മിനിറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു സമയത്ത് ആ പേടകത്തിലുള്ളവർ തീർത്തും തനിച്ചായിരുന്നു. അവർ അവിടെ ചന്ദ്രന്റെ മറുവശത്തുള്ള ചിത്രങ്ങൾ പകർത്തി നഗ്നനേത്രങ്ങൾ കൊണ്ട് ആ ഭാഗം ദർശിച്ചു. നമ്മൾ ഭൂമിയിൽ നിന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ ചന്ദ്രകളങ്കങ്ങൾ നമുക്കറിയാം. ചന്ദ്രനിലുള്ള ചില പാടുകൾ, ചില ഗർത്തങ്ങൾ പോലെയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാറുണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ. എന്നാൽ ചന്ദ്രന്റെ മറുവശം എന്ന് പറഞ്ഞാൽ ഒരുപാട് പർവ്വതങ്ങൾ, അതുപോലെ താഴ്വരകൾ എല്ലാം നിറഞ്ഞ, കുറച്ചുകൂടി ഒരു ഭൂമിയിൽ നിന്ന് കാണുമ്പോഴുള്ള ചന്ദ്രകളങ്കങ്ങളെക്കാൾ കൂടുതൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതെല്ലാം നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടാണ് ഈ 4 അംഗ സംഘത്തിന്റെ മടങ്ങി വരവെന്ന് പറയുന്നത്. അതും തിരിച്ചു വരുന്ന ഈ ഒരു വരവെന്ന് പറയുന്നതും തന്നെ വളരെയധികം ക്രൂഷ്യൽ ആയിരുന്നു. കാര്യം ശബ്ദത്തിന്റെ 33 മടങ്ങ് വേഗതയിലാണ് ഇവരുടെ പേടകം തിരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഏതാണ്ട് 40,000 km/h വേഗതയിൽ. നമുക്കറിയാം ഇത് ഒരു ശബ്ദത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വെറും 1235 km/h ആണ്. അതിനേക്കാളും ഒരു 33 മടങ്ങ് വേഗതയിലാണ് ഇവരുടെ പേടകം തിരിച്ച് ഭൂമിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അതും തിരിച്ചു വരുന്ന ഈ ഒരു ഭാഗം തന്നെ അതും ഒരുപാട് ആകാംക്ഷയോടെ, ഒരുപാട് ആശങ്കയോടെ നോക്കിക്കണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഈ പേടകം പ്രവേശിക്കുമ്പോൾ ഈ പേടകത്തിന്റെ പുറം ഭാഗം അത് ചുട്ടുപഴുക്കാനുള്ള സാധ്യതയുണ്ട്. ചുട്ടുപഴുത്ത് അതൊരു പ്ലാസ്മ രൂപത്തിൽ ഈ പേടകമാകും. അങ്ങനെ പ്ലാസ്മ രൂപത്തിലാകുന്ന സമയത്തും ഈ ചന്ദ്രന്റെ മറുവശത്ത് പോകുമ്പോഴുണ്ടായതിന് സമാനമായിട്ടുള്ള ഒരു ബ്ലാക്ക് ഔട്ട് പ്രക്രിയ അത് പേടകത്തിനകത്തുണ്ടാകും. ആ സമയത്തും ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കില്ല. അപ്പോൾ നാസയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് ചന്ദ്രന്റെ മറുവശത്ത് പോയിട്ട് തിരിച്ചു വന്നതിനേക്കാൾ കൂടുതൽ ആശങ്കയുണ്ടാക്കിയ കാര്യമായിരുന്നു കേവലം മിനിറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന ഈ ബ്ലാക്ക് ഔട്ട് പ്രക്രിയ എന്ന് പറയുന്നത്. കാരണം ഇത്രയധികം ഒരു സ്പീഡിൽ തിരിച്ചു വരുന്ന പേടകം, അതും ഇത്രയധികം ഒരു ടെമ്പറേച്ചറിന് മുകളിൽ അതിന്റെ താപനില പോകുമ്പോഴുണ്ടാകുന്ന ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ, അതെല്ലാം മറികടക്കാൻ നാസയ്ക്കാകുമോ എന്നുള്ള ഒരു പരീക്ഷണത്തിന്റെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത്. എന്തായാലും ആ 4 പേരും സുരക്ഷിതർ തന്നെയാണ്. ഇന്ന് കൃത്യം ഇന്ത്യൻ സമയം 5:37 ഈ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അവരുടെ ആരോഗ്യനിലയും സുരക്ഷിതമാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇനി കൂടുതൽ പരിശോധനകൾ, അതുപോലെ അവർ ശേഖരിച്ചിട്ടുള്ള മറ്റ് പരീക്ഷണ വസ്തുക്കൾ, അതുപോലെ ഒരുപാട് ചിത്രങ്ങൾ അവർ പകർത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഭൂമിയുടെ അസ്തമനം, അതായത് എർത്ത് സെറ്റിന്റെ ഒരു ചിത്രങ്ങൾ അവർ പകർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൂര്യഗ്രഹണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. അതുപോലെ ചന്ദ്രന്റെ മറുവശത്തുള്ള ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ, ഇതെല്ലാം പകർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാം പരീക്ഷണമുണ്ട്. അത് മാത്രമല്ല, അവർ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് വരെ ഇതിന്റെ ചന്ദ്രന്റെ പിൻഭാഗത്തുള്ള ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കണം. അതിനുശേഷം നാസ പ്ലാൻ ചെയ്യുന്നത് 2028 ആർടെമിസ് 3 ദൗത്യത്തിലൂടെ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്നൊരു കാര്യമാണ് പിന്നീട് ഇനി പരീക്ഷിക്കാൻ പോകുന്നത്. അതായത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങാൻ പോകുന്നു. അതിന്റെ ഒരു ആദ്യ പടി എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ ഒരു 2ാമത്തെ പടിയാണിത്. ആദ്യപടി 2022 ഇതേ മിഷൻ മനുഷ്യരെ ഇല്ലാതെ നടത്തിയതിലൂടെ കഴിഞ്ഞിരുന്നു. ഇത് 2ാമത്തെ പടിയാണ്. ഇനി 3ാമത്തെ പടി എന്ന് പറഞ്ഞാൽ 2028 നാസ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ പ്രവർത്തനം, പേടകത്തിന്റെ സുരക്ഷിതത്വം, ഇതെല്ലാം പരീക്ഷിക്കാനായിരുന്നു ഇപ്പോൾ ഈ മിഷൻ നടത്തിയത്. ഇനി 2028 എല്ലാവരും നോക്കിക്കാണുന്നത്. അപ്പോൾ മനുഷ്യൻ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഈ ചന്ദ്രനിൽ കാലുകുത്താൻ പോകുന്നു. ചൈനയെ പിന്തള്ളിക്കൊണ്ട് അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിച്ചതുപോലെയാണെങ്കിൽ 2030 ചൈന പ്ലാൻ ചെയ്ത മിഷനേക്കാൾ മുൻപ് ചന്ദ്രനിൽ ഇറങ്ങുക, അത് തന്നെയാണ് നാസയുടെ ലക്ഷ്യവും. അജയ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരും കാണാത്ത ചന്ദ്രന്റെ മറുപുറം കാണിച്ചു തന്ന്, അതോടൊപ്പം തന്നെ ഭൂമിയുടെ ഒരു പുതിയ ചിത്രം ലോകത്തുള്ള എല്ലാവർക്കും കാണിച്ചു തന്ന് അത്രയും വിജയകരമായൊരു ലക്ഷ്യത്തിലെത്തിയതിനു ശേഷമാണ് ഈ ആർടെമിസ് 2 ദൗത്യസംഘം തിരികെ എത്തുന്നത്. എന്തൊക്കെയായിരുന്നു ഈ ആർടെമിസ് 2-ന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നുള്ളത് പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി വിശദീകരിച്ചാൽ നന്നായിരിക്കും അജയ്.
ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആർട്ടമിസ് 2 ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി ആർട്ടമിസ് 3 ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പേടകത്തിലുള്ള ഒരു ജീവൻ രക്ഷാ മാർഗങ്ങളുടെ ഒരു പരീക്ഷണം. അതായത് പേടകം ഭൂമിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചന്ദ്രനെ വലം വയ്ക്കുമ്പോഴും അതുപോലെ ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുമ്പോഴും ഉണ്ടാകുന്ന ഒരു ബ്ലാക്ക് ഔട്ട് പ്രോസസ് ഉണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ കട്ടാകുന്ന ഒരു സ്റ്റേജ്. അത് ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും അതുപോലെ ലാൻഡ് ചെയ്യുമ്പോഴും അത് കേവലം മിനിറ്റുകൾ മാത്രമാണെങ്കിൽ പിന്നീട് ചന്ദ്രനെ വലം വെക്കുമ്പോൾ അത് ഏതാണ്ട് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ആ സമയമൊക്കെ അത് പിന്നിടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ, അതുപോലെ ഈ പേടകത്തിനകത്തുള്ള ലൈഫ് സേവിംഗ് മെഷേഴ്സ് അത് വർക്കിംഗ് കണ്ടീഷനിലാണോ, എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് അവർ നേരിടേണ്ടി വരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം പരീക്ഷണ വിധേയമാക്കേണ്ടതുണ്ടായിരുന്നു. ഈ പേടകം വിക്ഷേപിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ എല്ലാവരെയും ആശങ്കയിലാക്കിയ വലിയൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടായതാണ് പേടകത്തിലുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളുടെ ഒരു ചോർച്ച എന്ന് പറയുന്നത്. അതായത് ഈ പേടകത്തിലെ ഈ ടോയ്ലറ്റ് സംവിധാനത്തിൽ ഈ വിസർജ്യങ്ങൾ പുറത്തേക്ക് പോകാനുള്ള പൈപ്പ് ലൈൻ അത് തകരാറിലാവുകയും അത് ജാം ആവുകയും ചെയ്തിരുന്നു. അപ്പോൾ അതൊരു ആശങ്കയുണ്ടാക്കിയ കാര്യമായിരുന്നു. ഭൂമിയിൽ നിന്ന് തന്നെ, നാസയിൽ നിന്ന് തന്നെ വലിയ ഒരു ആശങ്ക അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സ്പേസ് മിഷനിലുള്ള ഒരു വനിതാ സഞ്ചാരിയായിട്ടുള്ള ക്രിസ്റ്റീന കോച്ച് അവരാണ് ഇത് പിന്നീട് ശരിയാക്കിയത്. അവർ പിന്നീട് തമാശ രൂപേണ പറയുക തന്നെ ചെയ്തിരുന്നു, താനൊരു പ്ലംബറിന്റെ ജോലിയാണ് ചെയ്തത് എന്നുള്ള രീതിക്ക് അവർ തമാശ രൂപേണ പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഈ ഒരു ദൗത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരെയും ആശങ്കയിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ യാത്രികരെ സംബന്ധിച്ചും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ക്രിസ്റ്റീന കോച്ച് എന്ന് പറയുന്ന ആദ്യമായി ഒരു ചാന്ദ്ര ദൗത്യത്തിൽ പങ്കാളിയാകുന്ന ഒരു വനിതയാണ്. അതുപോലെ ക്ലോമി ഹാൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു കനേഡിയൻ പൗരനാണ്. അതായത് അമേരിക്കയ്ക്ക് പുറത്ത് ഈ ചാന്ദ്ര മിഷനിൽ പങ്കാളിയാകുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അങ്ങനെ നിരവധി പ്രത്യേകതകൾ കൂടി ഈ ചാന്ദ്ര ദൗത്യത്തിൽ പങ്കാളികളായ ആളുകളുടെ പേരിലുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ മിഷൻ എന്തായാലും ഈ രണ്ടാമത്തെ പടി, ചന്ദ്രനിലേക്ക് മനുഷ്യനെ ഇറക്കുന്നതിന്റെ രണ്ടാമത്തെ പടി ഇപ്പോൾ പൂർണ്ണമായിട്ടും വിജയകരമായി. ഇനിയൊരു 2 വർഷത്തെ കാത്തിരിപ്പാണ്. 2028 നാസ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കും എന്ന് തന്നെ എല്ലാവരും കാത്തിരിക്കുന്നു. ഇനി അതിനു മുൻപേ ചൈന എന്തെങ്കിലും പെട്ടെന്ന് അവരുടെ മിഷൻ ഫാസ്റ്റ് ആക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ മുൻപേ നമുക്ക് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്നത് കാണാം. തീർച്ചയായിട്ടും ഒരു ആകാംക്ഷയുണ്ടാക്കുന്ന വലിയൊരു സ്പേസ് റേസിനാണ് ഇനി അങ്ങോട്ട് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അജയ്, അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം അകലേക്ക് സഞ്ചരിച്ച ദൗത്യ സംഘമായി ആർട്ടിമിസ് 2 ദൗത്യ സംഘത്തിലെ 4 പേർ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതായിരിക്കും ഇനി മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പരമാവധി സഞ്ചരിച്ച ദൂരമായി കണക്കാക്കപ്പെടുക. അങ്ങനെയെങ്കിൽ അവർ ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം അവരെ കുറച്ചു കാലത്തേക്ക് നിരീക്ഷിക്കുമെന്നുള്ളത് നമുക്ക് നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ്. ആ നിരീക്ഷണങ്ങളും പഠനങ്ങളും ഒക്കെ ഇനി ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക? ഈ നിരീക്ഷണം എന്ന് പറയുന്നത് അതൊരു സാധാരണ പ്രോസസ്സ് തന്നെയാണ്. കാരണം ഈ 4 പേരെന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു ഭ്രമണപഥത്തിൽ നിന്ന് മുകളിൽ പോയി സാധാരണ ഭൗമ അന്തരീക്ഷത്തിനേക്കാൾ അല്ലാത്ത ഒരു സാഹചര്യങ്ങളിലൂടെ പിന്നിട്ട് വന്നവരാണ്. അപ്പോൾ അവരെ ഒരു ക്വാറന്റൈനിൽ പാർപ്പിക്കുക എന്നുള്ളത് ഒരു നോർമൽ പ്രൊസീജിയർ ആണ്. ഇനി അതിനുശേഷം മാത്രമേ അവർക്ക് മാധ്യമങ്ങളെ അടക്കം കാണാൻ സാധിക്കുകയുള്ളൂ. അത് ഇപ്പോൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ അടക്കമുണ്ട്. കാരണം അവർ ഇതുവരെ ഒരു സീറോ ഗ്രാവിറ്റിയിൽ കഴിഞ്ഞുകൂടി പിന്നീട് ഭൂമിയിലേക്ക് വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഗ്രാവിറ്റിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ സാധിക്കാത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്പ്ലാഷ് ഡൗണിന് ശേഷം അവർ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ടോടെയാണ് അവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് തന്നെ. അതായത് ഒരു അധികം ദൂരം അവർക്ക് ഒറ്റയ്ക്ക് നടക്കാൻ സാധിക്കില്ല ഈ ഗ്രാവിറ്റിയിൽ. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അടക്കമുണ്ട്. അതുപോലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുശേഷം മാത്രമായിരിക്കും അവർക്കൊരു സാധാരണ ജീവിതത്തിലേക്ക് കടക്കാനാവുക. ഇതിന്റെ ഒരു ദൂരം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനു മുൻപേ നമ്മൾ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടുള്ളത് അപ്പോളോ 17 മിഷൻ വഴിയാണ്. അത് 1972 വിക്ഷേപിച്ചിട്ടുള്ള അമേരിക്കയുടെ മറ്റൊരു ചാന്ദ്ര ദൗത്യമാണ്. അന്ന് ചന്ദ്രനിൽ ഇറങ്ങിയുള്ള മിഷനായിരുന്നു. അന്ന് ഭൂമിയിൽ നിന്ന് ഈ ഒരു പേടകം ഏതാണ്ട് 4,171 കിലോമീറ്റർ സഞ്ചരിച്ചിരുന്നു.
എന്നാൽ ഇപ്പോൾ ഈ പേടകം ആ ഒരു റെക്കോർഡ് കൂടി മറികടന്നിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ഒരു റെക്കോർഡ് ഈ പേടകത്തിന്റെ പേരിലാകുന്നു. ഇപ്പോൾ ഇത് സഞ്ചരിച്ച ആകെ ദൂരം എന്ന് പറയുന്നത് 4,06,771 കിലോമീറ്റർ ആണ്. അപ്പോൾ അതായത് അതിനേക്കാൾ കുറച്ചുകൂടി ദൂരം, അതിനേക്കാൾ വലിയ ഒരു ദൂരമല്ല പിന്നിട്ടത്. അപ്പോളോ 17-നെക്കാളും ഒരു ചെറിയ മാർജിനിൽ ഇപ്പോ ആർടെമിസ് 2 ദൗത്യ സംഘം അതിന്റെ ആ ഒരു റെക്കോർഡ് അത് പിന്നിട്ടിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഇപ്പോ ഇത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് ഏതാണ്ട് കേവലം 6,550 കിലോമീറ്റർ മാത്രം ഉയരത്തിലാണ് ഈ പേടകം എത്തി നിന്നത്. അത്ര അടുത്ത് വരെ ഈ പേടകം എത്തി മറ്റേ വിവരങ്ങളടക്കം ശേഖരിക്കാനായിട്ടുണ്ട്. അതും ചന്ദ്രനിലേക്ക് നേരിട്ട് ഇറങ്ങിയിട്ടില്ല. ഇനി ഇറങ്ങുന്നത് 2028-ലാണ്. അപ്പോൾ 6,550 കിലോമീറ്റർ മാത്രം മുകളിൽ നിന്നുള്ള ഒരു ചന്ദ്രനെ നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ മറ്റ് പരീക്ഷണങ്ങൾ, അതെല്ലാമാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ചന്ദ്രന്റെ ഒരു ഭ്രമണപഥത്തിനകത്ത് കയറി വളരെ, നമുക്ക് ഈ ദൂരം പറയുമ്പോൾ കൂടുതലാണെന്ന് തോന്നുമെങ്കിലും വളരെ അടുത്ത് തന്നെ നിന്നുള്ള ഒരു നിരീക്ഷണ പ്രക്രിയകളാണ് നടത്തിയത്. ഇനി ഇവരുടെ ഭാഗത്ത് നിന്നും ശേഖരിച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, അതടക്കം മറ്റ് ശാസ്ത്ര പര്യവേഷണ മറ്റ് കാര്യങ്ങൾ, അതൊക്കെ എന്തൊക്കെയാണ് ഇവർ ശേഖരിച്ചത്, അതിന്റെയൊക്കെ ഉൾപ്പെടെ ഒരു നിരീക്ഷണങ്ങൾ, മറ്റ് പരീക്ഷണങ്ങൾ, അതൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അജി, ചൈനയ്ക്ക് മുൻപേ മനുഷ്യനെ ചന്ദ്രനിൽ കാലുകുത്തിക്കുക രണ്ടാമതൊരിക്കൽ കൂടി എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ആർട്ടിമിസ് 2 കൂടി വിജയകരമാകുമ്പോൾ അത് ലക്ഷ്യത്തിലെത്തുമെന്ന് തന്നെ അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഒരു വേഗത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചൈനയ്ക്ക് മുൻപേ അത് സാധ്യമാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇനി ഇപ്പോൾ ഈ ആർടെമിസ് 2 വിജയമായത് കൊണ്ട് ചൈന ഇനി അവരുടെ ഒരു പരീക്ഷണങ്ങൾ അത് കൂടുതൽ വേഗത്തിലാക്കുകയാണെങ്കിലേ ഉള്ളൂ. എന്നാലും കൂടുതൽ ആ ഒരു മിഷനെ പറ്റിയിട്ടുള്ള മറ്റ് വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ അവരും ഈ ഒരു മിഷനിൽ വളരെ വേഗത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മുൻപ് ഇപ്പോൾ ഈ റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുണ്ടായിട്ടുള്ള ഒരു സ്പേസ് റേസ് അതറിയാം. ഇപ്പോൾ അതിന്റെ ഒരു 2ാം ഘട്ടം ചിലപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. ഇപ്പോൾ അമേരിക്ക ചൈനയേക്കാൾ മുൻപേ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ അടുത്ത് ഇനി ചൊവ്വയായിരിക്കും ലക്ഷ്യം വയ്ക്കാൻ പോകുന്നത്. നാസയുടെ ഒരു മുൻപ് വന്നിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഇപ്പോൾ ചന്ദ്രനിലൊരു ഇടത്താവളം സജ്ജീകരിക്കുക എന്നുള്ളതാണ്. അതായത് മനുഷ്യർക്ക് സ്ഥിരമായി അവിടെ പോയി എങ്ങനെയാണോ നമ്മുടെ ഒരു അന്താരാഷ്ട്ര ഒരു ബഹിരാകാശ നിലയമുണ്ട് ഭൂമിയെ വലം വയ്ക്കുന്ന, അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ സമാനമായി ചന്ദ്രനിൽ ഒരു ഇടത്താവളം സജ്ജീകരിച്ച് മനുഷ്യനെ സ്ഥിരമായി ചന്ദ്രനിൽ താമസിപ്പിക്കുക, അതുവഴിയുള്ള പരീക്ഷണങ്ങൾ, അതെല്ലാമാണ് നാസ ഇനി ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണങ്ങളായിരിക്കാം ഇനി 2028-ൽ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയതിനു ശേഷം നടത്താൻ പോകുന്നത്. അതിനുശേഷം പിന്നീട് അതിലൂടെ ചൊവ്വ ദൗത്യം ഉൾപ്പെടെ, ചൊവ്വയിലേക്ക് മനുഷ്യനെ അയക്കുന്ന ദൗത്യം, അതുൾപ്പെടെ കൂടുതൽ വേഗത്തിലാക്കാനുള്ള നടപടിക്രമങ്ങളായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത്. എന്നാൽ ചൊവ്വ ദൗത്യം എന്ന് പറയുന്നത്, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ്, ചൊവ്വ വളരെ ദൂരെയാണ്. അപ്പോൾ അവിടേക്ക് എത്താനുള്ള കൂടുതൽ ഇനി ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള അതിന്റെ മറ്റ് സാങ്കേതിക വിദ്യകളടക്കം ഇനി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുൾപ്പെടെ ഇനി വരും വർഷങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കാത്തിരിക്കാം. ശരി, ആർടെമിസ് 2 അങ്ങനെ വിജയകരമായി സ്പ്ലാഷ് ഡൗൺ ചെയ്തിരിക്കുന്നു. 4-അംഗ സംഘം മടങ്ങിയെത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി അവർ കുറച്ച് ദിവസത്തേക്ക് ക്വാറന്റീനിലായിരിക്കും, നിരീക്ഷണത്തിലായിരിക്കും. അതിനൊക്കെ ശേഷമായിരിക്കും മാധ്യമങ്ങളെ അടക്കം കാണുന്നുണ്ടാവുക. അജയ് സുധാ ബിജു ആണ് കൂടുതൽ വിവരങ്ങൾ. Across the flight deck, now on his way to the medical bay. It's a short walk, less than a minute. Again, that's why the recovery team decided to use helicopters to get them on the flight deck.